ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. വിവാദ വിഷയമാക്കേണ്ട ഒരു വികാരമല്ല വിശ്വാസം. പ്രായോഗിക ജീവിതത്തിൽ പ്രേരണ തരുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. വിശ്വാസമില്ലാതെ ജീവിക്കുവാൻ സാധിക്കുകയില്ല. ഭക്ഷണം കഴിക്കണമെങ്കിൽ പാചകക്കാരനെയും വിമാനത്തിൽ കയറണമെങ്കിൽ പൈലറ്റിനെയും വിശ്വസിക്കണം. കുടുംബജീവിതം സന്തോഷമാകണമെങ്കിൽ പരസ്പര വിശ്വാസം വേണം. ഒരുവിധ വിശ്വാസവും കൂടാതെ ആർക്കും ജീവിക്കുവാൻ കഴിയില്ല. ശരിയായ വിശ്വാസം നമ്മുടെ വിജയത്തിന് കാരണമാകുന്നതുപോലെ തെറ്റായ വിശ്വാസം നമ്മെ നശിപ്പിക്കുകയും ചെയ്യും. ഒരു വിശ്വാസം നന്മയ്ക്ക് കാരണമാകുമെങ്കിൽ മറ്റൊരു വിശ്വാസം നാശത്തിന് മുഖാന്തരമാകും. വിശ്വാസം മലകളെ നീക്കുവാൻ ശക്തമാണെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ശരിയായ വിശ്വാസം മലകളെ നീക്കി സമതലമുണ്ടാക്കും. തെറ്റായ വിശ്വാസം മലകളെ മറിച്ച് നാശനഷ്ടങ്ങളും ഉണ്ടാക്കും. യുദ്ധം കൊണ്ട് ലോകത്തെ കീഴ്പ്പെടുത്താമെന്നും ജർമ്മൻ ജനത മറ്റുള്ളവരെ ഭരിക്കേണ്ടവരാണെന്നും ഹിറ്റ്ലർ വിശ്വസിച്ചു. ആ തെറ്റായ വിശ്വാസം വളരെ ദോഷം ചെയ്തു. ശരിയായ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ തെറ്റായ വിശ്വാസങ്ങൾ നമ്മെ ബാധിക്കില്ല. എന്താണ് ശരിയായ വിശ്വാസം? കർത്താവ് തന്നെ അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. സകലത്തെയും ഭരിക്കുന്നത് ദൈവമാണ്. നീതിപൂർവം ദൈവം കാര്യങ്ങളെ നിയന്ത്രിക്കും. നീതിമാന് നിശ്ചയമായും പ്രതിഫലമുണ്ട്. ഈ വിശ്വാസം അംഗീകരിക്കുന്നവരെ സഹായിക്കുവാൻ കർത്താവ് ജീവിക്കുന്നു. യേശുവിനോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കുന്നവരെ കർത്താവ് ഇപ്പോഴത്തെ ജീവിതത്തിലും നിത്യതയിലും ഒരുപോലെ കൂടെയിരുത്തും. അവർക്ക് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ലഭിക്കുന്നു. യേശുക്രിസ്തുവിനോട് കൂടെ ജീവിച്ച് പിതാവിൽ വിശ്വസിക്കുമ്പോൾ ഉറപ്പും നിശ്ചയവും ലഭിക്കും. എബ്രായർ 11:6. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.